ഞാൻ ആഫ്രിക്കയിലെ കെനിയയിൽ ജോലി ചെയ്ത സമയത്തുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടുത്ത എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായി പ്രത്യേക നിയോഗങ്ങളൊക്കെ വെച്ച് കൊന്ത ജപമാല പ്രാർത്ഥന നടത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അനുമോദനങ്ങൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു. നല്ലവനായ ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ കെനിയൻ അനുഭവങ്ങളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇടവകയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ചില അനുഭവങ്ങളായിരുന്നു. അതില് മച്ചാക്കോസ് രൂപതയിലെ കോള എന്ന് പറയുന്ന ഇടവകയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാജൂബിലി വർഷത്തിൽ 2000 കെനിയയുടെ രാഷ്ട്രഭാഷയായ സ്വാഹിലി ഭാഷ പഠിക്കണം എന്ന് എനിക്ക് തോന്നി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള മിക്കവാറും ജനങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവരുടെ ഭാഷയായ കിക്കാമ്പ അല്ലെങ്കിൽ കിസ്വാഹിലി എന്നുള്ള ഭാഷ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആധ്യാത്മിക കാര്യങ്ങൾ വന്ന് പറയണമെങ്കിൽ എപ്പോഴും ഒരാളെ കൂട്ടിന് കൊണ്ടുവരണമായിരുന്നു, ഒരു മീഡിയേറ്റർ ആയിട്ട്. അപ്പൊ അതിന് അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഭാഷ പഠിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കെനിയയിലെ സ്വാഹിലി ഭാഷ കൂടുതൽ സംസാരിക്കുന്നതും ടാൻസാനിയക്കാരായതുകൊണ്ട് ഞാൻ ടാൻസാനിയയിൽ പോയി ഭാഷ പഠിക്കാൻ പോയി. അവിടെ ഡൊഡോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസ സിസ്റ്റർ തുടങ്ങിയ മദർ തെരേസയുടെ ബ്രദേഴ്സിന്റെ ഒരു ഹൗസിൽ താമസിച്ചു. അവിടെ താമസിച്ച് പണ്ട് സെമിനാരിൽ ഉണ്ടായിരുന്ന ഒരു ചെമ്മാച്ചൻ എന്നെ അവിടെ സ്വാഹിലി പഠിപ്പിക്കാനായിട്ട് മൂന്നാഴ്ച ഞാൻ അവിടെ ഡൊഡോമയിൽ ബ്രദേഴ്സിന്റെ കൂടെ താമസിച്ച് സ്വാഹിലി ഭാഷ പഠിച്ചു. ആ 3 ആഴ്ച കാലം കൊണ്ട് ഒരു പുതിയ ഭാഷ പഠിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും എന്റെ ഭാഷ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് പകലും രാത്രിയും ഒക്കെ ഇരുന്ന് ഭാഷ പഠിച്ചു. രാത്രിക്ക് മിക്കവാറും ഞാൻ സ്വാഹിലി പഠിക്കുന്ന സമയത്ത് ഒത്തിരി കൊതുകുള്ളത് കൊണ്ട് കൊതുകുവലയ്ക്കകത്ത് കയറിയിരുന്നാണ് പഠിച്ചത്. കാരണം ഒത്തിരിയേറെ കൊതുകുകളുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഡൊഡോമ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നല്ല അനുഭവം ഉണ്ടായത് ബ്രദേഴ്സിന്റെ ഹൗസിൽ ഏകദേശം 100 പേരോളം പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓരോ ദിവസം പഠിക്കുന്ന വാക്കുകളും വാചകങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുമായിട്ടായിരുന്നു. അതുകൊണ്ട് തെറ്റുണ്ടായാലും അവർ കളിയാക്കില്ല, കുറ്റം പറയില്ല. അതുകൊണ്ട് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ചാൻസ് കിട്ടിയതുകൊണ്ട് 3 ആഴ്ച കൊണ്ട് സ്വാഹിലി ഭാഷ സംസാരിച്ചു തുടങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടെ ഉണ്ടായൊരു തമാശയുള്ള അനുഭവം ഉണ്ടായത്, ഒത്തിരി മാവുകളും മാങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം അവിടുത്തെ ബ്രദർ ഞാനായിട്ട് നടക്കാൻ പോകുമ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ഇവിടെ ആൾക്കാർ മാങ്ങയൊന്നും കറി വെക്കില്ല എന്ന് ചോദിച്ചു. ബ്രദർ പറഞ്ഞു, മാങ്ങയൊന്നും കറി വെക്കാറില്ല, മാങ്ങയൊക്കെ പഴുത്തതിന് ശേഷം അവർ കഴിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള കുശിനിക്കാരി ചേച്ചിയോട് ബ്രദർ പറഞ്ഞു, ഈ മാങ്ങയൊക്കെ കറിയിലിടാമല്ലോ എന്ന് ചോദിച്ചു. അത്രേ പറഞ്ഞുള്ളൂ. അന്ന് വ്യാഴാഴ്ചയായിരുന്നു. അന്ന് സാധാരണഗതിയിൽ വ്യാഴാഴ്ച രാത്രി കോഴി കറി വയ്ക്കാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ അടുക്കളയിൽ മേശപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കണ്ടത് കോഴിയും മാങ്ങയും കൂടി കറി വെച്ചിരിക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ ആദ്യവും അവസാനമായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നത് കോഴിയും മാങ്ങയും കൂടി കറി വെച്ച് കഴിച്ചത്. 3 ആഴ്ചയിലത്തെ ടാൻസാനിയയിലത്തെ സ്വാഹിലി ഭാഷ പഠിച്ച് ഞാൻ തിരിച്ച് ഈ ഇടവകയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോണ്ടായ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഈ ആൾക്കാരോട് കുറച്ച് മുഖ്യം മുളിയൊക്കെയാണെങ്കിലും ഭാഷ പറയാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഏറ്റവും ആദ്യത്തെ ഞായറാഴ്ച എന്നാൽ ഞാൻ പഠിച്ച ആ ഭാഷയിൽ തന്നെ പ്രസംഗം പറയാം എന്ന് കരുതി ഞാൻ പ്രസംഗം പറയാൻ തുടങ്ങി. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിൽ പറയും, ആരെങ്കിലും ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ എല്ലാ എന്തൂസിയാസം ഒക്കെ ആയിട്ട് ഞാൻ ആദ്യത്തെ ഞായറാഴ്ച തന്നെ സ്വാഹിലി ഭാഷയിൽ പ്രസംഗിക്കാം എന്ന് കരുതി പ്രസംഗം തുടങ്ങി. ഒരു 3-4 സെന്റൻസ് കഴിഞ്ഞപ്പോ ഏറ്റവും ഫ്രണ്ടിലിരുന്ന ഒരു കാരണവര് എന്നോട് അവിടുത്തെ ഭാഷയില് വേസ്യ കിക്കാമ്പ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ കിക്കാമ്പയില് പ്രസംഗിച്ചാൽ മതിയെന്ന്. ഇത് കേട്ടപ്പോ എനിക്ക് ആകെ വിഷമമായി. കാരണം
ആദ്യമായിട്ട് പഠിച്ച് ഒരു ഭാഷയിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഈ കാരണവര് പറഞ്ഞിട്ട് വിഷമം തോന്നി. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ആ പ്രസംഗം മുഴുവൻ സ്വാഹിലിയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങി ഇത് പറയാനായിട്ട് കൂടുതൽ ധൈര്യവും അതുപോലെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കൂടുതൽ ഭാഷ പഠിക്കാൻ ഞാൻ ഒത്തിരിയേറെ സമയം ചെലവഴിച്ചു. അതിനുശേഷം ആ വർഷം തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹം അവിടുത്തെ ആൾക്കാരുടെ വീടുകൾ വെഞ്ചരിക്കാം എന്നുള്ളതായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ആ ഇടവകയിൽ 28 പള്ളികൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 3-4 കൗണ്ടികൾ കൂടിയ അത്രയ്ക്കും ഏരിയയായിരുന്നു ഒരു പാരിഷ് തന്നെ. എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും പ്രായവത്സനായിരുന്നു. അപ്പൊ വെഞ്ചരിക്കാനായിട്ട് അച്ഛന് സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ഇതെങ്ങനെ വെഞ്ചരിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ ഒത്തിരിയേറെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ ഓരോ പള്ളികളിലും പോയി അവരുടെ വീട്ടിൽ താമസിക്കാം എന്നുള്ള ഒരു ആശയത്തിലെത്തി. ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ ഞാൻ പോകും, എന്നിട്ട് അവരുടെ വീടുകളിൽ താമസിച്ചിട്ട് വെള്ളിയാഴ്ച തിരിച്ച് നമ്മുടെ പള്ളിയിലേക്ക് റെക്ടറിയിലേക്ക് തിരിച്ചു വരും. അതായിരുന്നു പ്ലാൻ. അങ്ങനെ ആദ്യമായിട്ട് ഒരു തിങ്കളാഴ്ച രാവിലെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഏറ്റവും ആദ്യത്തെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ബാഗും ഒക്കെ ആയിട്ടാണ് പോയിരുന്നത്. അവരെനിക്ക് താമസിക്കാനുള്ളൊരു വീട് കാണിച്ചു തന്നു. വീട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ മുറി, അതിന് പാട്ട കൊണ്ടുള്ള മേൽക്കൂരയുണ്ട്, ഒരു കട്ടിലുണ്ട്, പിന്നെ താഴെ സിമെന്റ് ഒന്നും ഇട്ടിട്ടില്ല, മണ്ണ് ഇട്ടിട്ടുള്ള ഒരു ഫ്ലോറായിരുന്നു. അപ്പൊ ആ മുറിയാണ് കാണിച്ചു തന്നത്. അപ്പൊ അവിടെ ബാഗ് വെച്ചിട്ട് ഞാൻ വെഞ്ചരിക്കാൻ പോയി. വെഞ്ചരിപ്പ് നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ജൂൺ മാസത്തിലൊക്കെ തിരുഹൃദയ പ്രതിഷ്ഠയും അച്ഛൻ വീടുകൾ വെഞ്ചരിക്കുന്നത് പോലെയുള്ളതിന് വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ വെഞ്ചരിപ്പ് നടത്തിയത്. അവിടെ വെഞ്ചരിപ്പ് നടത്തിയത് ഏകദേശം 30-40 വീടുകളാണ് ഒരു ദിവസം വെഞ്ചരിക്കുക. അങ്ങനെ രാവിലെ 6:30 ആകുമ്പോൾ ഇറങ്ങും. 6:30 ആകുമ്പോഴേക്കും അവിടെ ആൾക്കാർ വന്ന് കാണും. അപ്പൊ ആ 30 വീടുകളുണ്ടെങ്കിൽ ആ 30 വീട്ടിലെ കുട്ടികൾക്ക് ആ സ്കൂളുകളിലെ ടീച്ചർമാരോട് പറഞ്ഞ് 30 വീട്ടിലെ കുട്ടികൾക്കും അന്ന് ദിവസം അവധി കൊടുത്തവര്. അങ്ങനെ ഈ 30 വീട്ടിലെ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവർ ഒരുമിച്ച് കൂടും. അങ്ങനെ രാവിലെ അവിടുന്ന് പാട്ട് പാടി കൊന്തിയൊക്കെ ചൊല്ലി നടപ്പ് തുടങ്ങും. അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വീട് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ വീടുണ്ടാവും. 14-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവിടുത്തെ ആൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു വീടുണ്ടാക്കും, ഒരു ചെറിയ വീട്. അത് കോമ്പൗണ്ടിൽ തന്നെയായിരിക്കും. അപ്പൊ ഒരു വീട് വെച്ചിരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് 6-7 വീടുകളുണ്ടാവും. അതുകൂടാതെ അവിടെ തന്നെ അവരുടെ വീട് വളപ്പിൽ തന്നെയാണ് അവരുടെ വീട്ടുകാരെ അടക്കിയിരുന്നതും. അപ്പോൾ ഓരോ വീട്ടുവളപ്പിൽ ചെല്ലുമ്പോൾ ഓരോ കുഴിമാടത്തിനടുത്ത് ചെന്ന് വെഞ്ചരിക്കണം. അതുകൂടാതെ അവരുടെ പറമ്പ് വെഞ്ചരിക്കണം, അവരുടെ ആടുമാടുകളുള്ള സ്ഥലം വെഞ്ചരിക്കണം. അപ്പൊ ആൾക്കാര് ആദ്യത്തെ പ്രാർത്ഥന ചെയ്ത് ചൊല്ലി കഴിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരവിടെ നിന്ന് പാടും, ഞാൻ എല്ലായിടത്തും പോയി വെഞ്ചരിക്കും. അപ്പൊ അതിന് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നൊരു കാര്യം, എല്ലാ വീടുകളിലേക്കും ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തിരുഹൃദയത്തിന്റെ പടം കൊണ്ടുവന്നിരുന്നു. അതായിരുന്നു ഞാൻ അവർക്ക് കൊടുത്ത സമ്മാനം. അതുകൂടാതെ ആ തിരുഹൃദയ പ്രതിഷ്ഠ പോലെയുള്ള പ്രാർത്ഥന അവരുടെ ഭാഷയിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ചൊല്ലി, പിന്നെ ഒരു ചെറിയ മേശയും 2 തിരികളും ഒരു കുരിശും അവരോട് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ ഈ വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീടുകളിൽ നിന്ന് പോകുമ്പോൾ ചെയ്തിരുന്നത്, കുടുംബനാഥൻ ഒരു കുരിശ് രൂപം മുമ്പിൽ പിടിക്കും. കുടുംബനാഥ ഒരു തിരി ചില്ലൊക്കെ വെച്ചിട്ടുള്ള തിരി കൈപ്പിടിക്കും. ഇത് ആ ദിവസം മുഴുവൻ ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥയും ചെയ്തിരുന്നതായിരുന്നു. അപ്പൊ അത് ചെന്ന് ആ വീട്ടിൽ വെക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പുറമേ എല്ലാ വീടുകളിലും സ്ഥലങ്ങളിലൊക്കെ പോയി വെഞ്ചരിക്കും. ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ ദിവസം മുഴുവൻ ആ ഏരിയയിൽ വലിയൊരു ആഘോഷത്തിന്റെ, ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. ഒരു ദിവസം കാലത്ത് 6:30 തുടങ്ങിയതാണ് വീട് വെഞ്ചരിപ്പ്. അപ്പൊ അവരൊരു സ്ഥലത്ത് എല്ലാവർക്കും ലഞ്ച് വെച്ചിട്ടുണ്ടാവും. ഒരു 3-3:30 ആയപ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റാതെയായി. അത്രയേറെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഭയങ്കര വിശപ്പ് തോന്നി, നടക്കാനുള്ള ആരോഗ്യമില്ലാതെയായി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അല്പനേരം ഇവിടെ ഇരിക്കണം, ഭയങ്കരമായിട്ട് വിശക്കണം. അപ്പൊ അടുത്ത വീട് എവിടെയാണെന്ന് പറഞ്ഞു, ഒരു കുന്നമ്പുറത്തി കാണിച്ചു പറഞ്ഞു, അവിടെയാണ് അടുത്ത വീടെന്ന് പറഞ്ഞു. അവിടെ എത്താനുള്ള എനർജി എനിക്കില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇരിക്കാന്ന് പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. അപ്പൊ എല്ലാവരും കൂടെ പാട്ട് പാടാൻ തുടങ്ങി. ഒരു 5-10 മിനിറ്റ് പാട്ട് പാടി കഴിയുമ്പോൾ എനിക്ക് എനർജി കിട്ടി, തിരിച്ചു പോയി. അപ്പൊ 4-4:15 ആയപ്പോഴാണ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. അപ്പൊ സാധാരണഗതിയിൽ 6:30 നടക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു രാത്രി 9 മണിയാകുമ്പോഴേക്കും തീരും. അതിന് ചിലപ്പോൾ ചെയ്തിരുന്നത് രാവിലെ 6:30 കുർബാന ചൊല്ലിയിട്ടാണ് പ്രദർശനം തുടങ്ങുക, ഈ വെഞ്ചരിപ്പ് തുടങ്ങുക. അതല്ലെങ്കിൽ ചിലപ്പോ ഏറ്റവും അവസാനം എല്ലാ വീടുകളും വെഞ്ചരിച്ചതിന് ശേഷമാണ് കുർബാനയോട് കൂടി അന്നത്തെ വെഞ്ചരിപ്പുകൾ അവസാനിപ്പിക്കുക. ഞാൻ ആകെ കൂടി അവരോട് ആവശ്യപ്പെട്ടിരുന്നത്, ഒരു കുടിക്കാനുള്ള വെള്ളം എപ്പോഴും ഒരു
കുപ്പിയിൽ കരുതാൻ പറഞ്ഞിരുന്നു. കാരണം വെള്ളം കുടിക്കാൻ എനിക്ക് അവിടുത്തെ വെള്ളം കുടിച്ച് അസുഖം വരുന്നുള്ള പേടി കൊണ്ട് അവരുടെ ആ കുപ്പികളിൽ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അത് മാത്രമേ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അവർ കഴിക്കുന്ന ഭക്ഷണം ചോളവും പയറും അരിയും ഒക്കെ ഞാനും കഴിച്ചിരുന്നു. ഇനി രാത്രിയായപ്പോ, ഏറ്റവും ആദ്യത്തെ ദിവസം രാത്രിയായപ്പോ ഞാൻ ഇവരുടെ കിടക്കുന്ന മുറി ചെന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. കുളിക്കണം എന്ന് പറഞ്ഞപ്പോ അവര് ഒരു ബേസിനില് കുറച്ച് വെള്ളം വെച്ച് ഒരു ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ബാത്റൂമിൽ മുറി, വീടിനകത്തല്ല, വേറൊരു സ്ഥലത്താണ് ബാത്റൂം. അവിടെ ഞാൻ ചെന്നപ്പോ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോ ഒരു ബേസിനിൽ കുറച്ച് വെള്ളം വെച്ചേക്കണം. വേറെ ഒന്നുമില്ല, കപ്പില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെ ഇത് കുളിക്കണേ? അപ്പൊ അവര് പറഞ്ഞു അവിടെ കൈ കൊണ്ട് അത് കോരി ദേഹത്തേക്കാണ് അവർ ഒഴിക്കാറുണ്ട്. എന്തായാലും എനിക്കൊരു കപ്പ് തായോ. അങ്ങനെ ഒരു കപ്പ് അവര് തന്നു. ആ കപ്പ് കൊണ്ട് ഞാൻ കോരി ദേഹത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുളിച്ചു. അപ്പൊ ആ ദിവസങ്ങളിൽ അവർ ചെയ്തിരുന്നത്, ഞാൻ അവിടെ താമസിക്കുന്ന കാരണം കൊണ്ട് യൂത്തിന് വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ ദിവസവും രാത്രി യൂത്തിന്റെ മീറ്റിങ്ങുകളായിരുന്നു. കാരണം ഇവർക്ക് ഒത്തിരിയേറെ സംശയങ്ങളുണ്ട് ചോദിക്കാനായിട്ട്. അച്ഛന്മാരോ അല്ലെങ്കിൽ ഈ ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ ബൈബിളിനെ പറ്റി അധികം പഠിക്കാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും വെഞ്ചിരിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് അവിടെ വരുമ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ കൂടെ 1 മണിക്കൂർ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ തീർക്കാന്നുള്ളതായിരുന്നു അവരുടെ വശത്തുനിന്ന്. അതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ളൊരു ബെനിഫിറ്റ്, ഇവരുടെ ട്രഡീഷൻസിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ കൾച്ചറും അവരുടെ ട്രഡീഷൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഓരോ വീട് വെഞ്ചിരിക്കുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് ചെയ്യുന്നത് പോലെ അച്ഛൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമല്ലോ. ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് സമ്മാനങ്ങളൊന്നും തരണ്ടെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഇവരുടെ പാരമ്പര്യം അനുസരിച്ച് സമ്മാനം കൊടുക്കാന്നുള്ളതിന്റെ ഭാഗമായതുകൊണ്ട് ഓരോ വീട് വെഞ്ചിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുടുംബ മക്കളെല്ലാവരും കൊണ്ടുവരും. ചിലപ്പോ ഒരു കോഴിനെ കൊണ്ടുവരും, ചിലപ്പോ മുട്ട കൊണ്ടുവരും, ചിലപ്പോ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരും, അരി, പഞ്ചസാര, ചിലപ്പോ ആടുകളെ കൊണ്ടുവരും. അപ്പൊ ആ ഒരു 6 മാസം കൊണ്ട് ഞാൻ ഈ വീടുകളെല്ലാം വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം 13 ആടുകളാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. പിന്നെ ഏകദേശം ഒരു 600-700-ലധികം കോഴികൾ സമ്മാനം കിട്ടിയിട്ടുണ്ടാവും. ഈ കോഴികൾ എന്ത് ചെയ്യും എന്ന് എനിക്കൊരു നിവൃത്തി ഉണ്ടായില്ല. എന്ത് ചെയ്യാം? അപ്പൊ ഓരോ തിങ്കളാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച തിരിച്ചു വരുമ്പോഴേക്കും വണ്ടിയിൽ നിറച്ച് കോഴികളായിരിക്കും. ഒരു 10-30-40 കോഴികൾ ഓരോ ആഴ്ചയിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ അച്ഛനോട് എന്ത് ചെയ്യും? അപ്പൊ അവസാനം അച്ഛൻ പറഞ്ഞു തിരിച്ചു അവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ മോശമല്ലേ. അപ്പൊ ചിലപ്പോ അച്ഛന്മാരുടെ അടുത്ത് സിസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ കോഴികളെ കൊണ്ടു കൊടുക്കും. അവിടെ തന്നെ വലിയ കൂടുണ്ടാക്കി അവിടെ കുറെ ഇട്ടു. പിന്നെ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ എടുത്ത് കഴിച്ച് അച്ഛന്മാർ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ കോഴി കൃഷിയായിരുന്നു കൂടുതൽ. ഇനി ഈ വെഞ്ചിരിപ്പിനിടയ്ക്ക് നടന്ന ചില അത്ഭുതങ്ങൾ പറയാം. ഒന്ന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് എനിക്കറിയില്ല. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടക്കുമ്പോൾ ചില ദിവസങ്ങളിൽ എന്റെ കാലിന് ശക്തിയായ വേദന വരും. ഞാൻ പറഞ്ഞിരുന്നോ അത് കഴിഞ്ഞ പ്രാവശ്യം? പറഞ്ഞായിരുന്നോ? സെൽഫ് അനോയിന്റിങ് ഇല്ല, പറഞ്ഞായിരുന്നോ? ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ തുടങ്ങി രാത്രി വരെ നടന്നു കഴിയുമ്പോൾ കാലിന് ഭയങ്കരമായ വേദന വരും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഈ സ്കിൻ അനോയിന്റ് ചെയ്യാനുള്ള ഓയിൽ എന്റെ കയ്യിൽ വെക്കാറുണ്ട്. അങ്ങനെ നല്ല വേദന വന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ 5 മിനിറ്റ് അവിടെ പാട്ടുപാടി നിൽക്ക്, ഞാൻ പോരാന്ന് പറയും. ഒരു വീട്ടിൽ കയറിയിരുന്ന് ഒരു കസേരയിലിരുന്ന് ഈ ഓയിൽ വെച്ച് എന്റെ മുട്ടിന് 2 മുട്ടിന് ഞാൻ ഒന്ന് റബ്ബ് ചെയ്ത് കുറച്ചു നേരം പ്രാർത്ഥിക്കും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആ വേദന കംപ്ലീറ്റ് മാറിയിരുന്നു. അതാ ദിവസങ്ങളിൽ ഈ 6 മാസം നടന്നതിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും കാൽപെഞ്ചിരിപ്പ് ഒരിക്കലും മുളക്കേണ്ട വന്നില്ല. അത് ആദ്യത്തെ ഒരു അത്ഭുതം. ഇനി രണ്ടാമത്തെ അത്ഭുതം ഉണ്ടായത്, ഒത്തിരിയേറെ ആൾക്കാര് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരും കത്തോലിക്ക സഭയിൽ ചേരാതിരുന്ന ആൾക്കാരും ഒത്തിരിയേറെ ആൾക്കാർ പള്ളികളിൽ വന്നു തുടങ്ങി. കൂടുതൽ ബെഞ്ചുകൾ പള്ളികളിൽ ആഡ് ചെയ്യേണ്ടി വന്നു. ആ ഒരു വർഷം 2000-ലെ ഗ്രേറ്റ് ജൂബിലി ഇയറില് ഞാൻ 1300-ലധികം പേരെ മാമോദിസ മുക്കി. പിന്നെ അത് കൂടാതെ 313 കല്യാണങ്ങൾ നടത്തി. ആ ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ വൈദിക ജീവിതത്തിൽ അതിന് മുൻപോ അതിന് പിൻപോ അത്രയേറെ വിവാഹങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ല. ഏറ്റവും അധികം കുദാശകൾ നടന്ന ഒരു സൺഡേ, അന്ന് 165 പേരെ മാമോദിസ മുക്കി. ഒറ്റ കുർബാനയ്ക്ക് 55 കല്യാണങ്ങൾ നടത്തി. രാവിലെ 10:45 തുടങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4:15 തീർന്നത് അന്നത്തെ ഒരു കുർബാന. അപ്പൊ ഞാൻ തന്നെ ഉണ്ടായുള്ളൂ ഈ ആൾക്കാരെ 165 പേരെയും മാമോദിസ മുക്കാനും കല്യാണം നടത്താനും. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവർ 2 കാളകളെ കൊന്ന് എല്ലാവർക്കും ആഘോഷമായ സദ്യ കൊടുത്തു.
അതാണ് രണ്ടാമത് നടന്ന വലിയ ഒരു അത്ഭുതം. മൂന്നാമത്തെ കാര്യം, ഈ മഹാജൂബിലി വർഷത്തിന്റെ സമാപനമായിട്ട് ചെയ്തത് ഒരു തീർത്ഥയാത്രയാണ്. അവിടുത്തെ കത്തീഡ്രലിലേക്ക് എല്ലാവരും കൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു. ഈ 28 പള്ളികളിൽ നിന്നും ജനങ്ങള് നടക്കാനായിട്ട് വളണ്ടിയേഴ്സ് സൈനപ്പ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ രാവിലെ ഈ മെയിൻ പള്ളിയിൽ നിന്ന് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. മഹാജൂബിലി പ്രമാണിച്ചിട്ടുള്ള വലിയ ഒരു ഫ്ലാഗ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ സ്പീക്കറുകളും സൈക്കിളുകൾ, വേറെ വണ്ടിയൊന്നുമില്ല, സൈക്കിളുമേയാണ് സ്പീക്കറൊക്കെ വെച്ച് കെട്ടി ഈ 22 കിലോമീറ്റർ ഞങ്ങൾ നടന്നു. 1200-ലധികം പേരാണ് അന്ന് ഈ തീർത്ഥയാത്രയ്ക്ക് നടന്നത്. കുരിശിന്റെ വഴി നടത്തി, കൊന്ത നടത്തി, ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് 1200 പേരും ഞങ്ങൾ ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ് ഈ 22 കിലോമീറ്റർ. ഇടയ്ക്ക് ഉച്ചയായ സമയത്ത് നമ്മുടെ തന്നെ ഒരു പള്ളിയിൽ അവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ അതിൽ എനിക്ക് 13 ആട് കിട്ടിയെന്ന് പറഞ്ഞില്ല. അതിനകത്ത് 4 4 5 ആടിനെ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ വരുമ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 3/4 മണിക്കൂർ സമയത്തോളം ഇടയ്ക്ക് ഒരു സ്ഥലത്തെത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഈ 1200 പേരും പോയത് മനോഹരമായ ടാർമാക് ബ്ലാക്ക് ടോപ്പ് റോഡിൽ കൂടെ അല്ല, അതിലാകെ അവസാനമുള്ള 5 കിലോമീറ്റർ മാത്രമാണ് ബ്ലാക്ക് ടോപ്പ് റോഡ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ മഡ് റോഡായിരുന്നു. അതിലാകെ കൂടി ഒരു സ്ത്രീ മാത്രമാണ് വീണ് കാലിന് അല്പം മുറിവ് സംഭവിച്ചുള്ളൂ. വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. ഞാനും അവരുടെ കൂട്ടത്തിൽ നടന്നു. രാത്രി 9 മണിക്ക് നടപ്പ് തുടങ്ങിയിട്ട് വൈകിട്ട് 7:30 7:45 അവിടെ ചെന്നു, കത്തീഡ്രലിൽ ചെന്നു. അവിടെ ബിഷപ്പ് ഞങ്ങൾക്ക് വേണ്ടി കുർബാന ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. ബിഷപ്പ് 6 മണിക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 6 മണിക്ക് എത്താത്തത് കൊണ്ട് ബിഷപ്പ് അന്ന് ചെല്ലിയില്ല. ഞാൻ തന്നെ കുർബാന ചെല്ലി. അന്ന് രാത്രി മുഴുവൻ അവര് എല്ലാവരും കൂടെ കുരിശിന്റെ വഴിയും ബൈബിൾ നാടകങ്ങളും ഒക്കെ ചെയ്ത് അന്ന് രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് അവിടെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ ബിഷപ്പ് വന്ന് 6 മണിക്ക് കുർബാന ചെല്ലി. അത് വലിയ ഒരു സംഭവമായിട്ട് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ മറക്കാതിരിക്കുന്ന അനുഭവമാണ്. സമയം 9:55 ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് 2000 മഹാജൂബിലി വർഷം ഒരു പുരോഹിതനായിരുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നിയ ഒരു വർഷമായിരുന്നു. ഒത്തിരിയേറെ ബുദ്ധിമുട്ടോടുകൂടി നടന്നെങ്കിലും ഞാൻ പലപ്പോഴും ഓർക്കാറ്, പൗലോസ്ലീഹ തന്റെ വചനം പ്രസംഗിക്കാൻ ഒത്തിരിയേറെ ദൂരങ്ങൾ നടന്ന് ആണ് ചെയ്തത്. ആ ഒരു ചൈതന്യമാണ് എന്നെ പുഷ് ചെയ്തത്. നടന്നപ്പോഴൊക്കെ ക്ഷീണിക്കാതെ മുമ്പോട്ട് പോകാനും ഒരിക്കലും തളരാതെ ഈ വെയിലത്തായാലും പൊടിയിലായാലും കുന്നുകളിൽ കയറുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് പൗലോസ്ലീഹ അത്ര തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും ആ ക്ഷീണം വരാതിരിക്കട്ടെ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അപ്പൊ അത് 6 മാസം കൊണ്ട് അവരുടെ എല്ലാവരുടെയും വീടുകൾ വെഞ്ചിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ആ രൂപതയിലെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീട് വെഞ്ചിരിപ്പ് നടന്നത്. ഇത് കഴിഞ്ഞപ്പോ ബിഷപ്പ് ആ രൂപതയിലെ എല്ലാ ഇടവകകളിലേക്കും എഴുതി നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ എല്ലാവരും വീടുകൾ വെഞ്ചിരിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ചില അച്ഛന്മാരുടെ അടുത്ത് ചെയ്യാൻ സാധിച്ചു. അപ്പൊ എനിക്കത് വലിയ സന്തോഷവും സംതൃപ്തിയും തോന്നിയിട്ടുള്ള എന്റെ പൗരോഹിത്യ ജീവിതത്തിലെ വലിയൊരു വർഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഈ പ്രാർത്ഥനയുടെയും മിഷൻ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് അല്പനേരം തമ്പുരാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്ന ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അപേക്ഷിച്ചവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് സംഭാഷണത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഏർപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ വചനത്തിന്, അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അങ്ങ് ഉപകരണങ്ങളാക്കിയതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ വാക്കുകളാലോ പ്രവൃത്തികളാലോ ആരെയെങ്കിലും ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഈ രാത്രികാലം അങ്ങ് കാവൽ മാലാഖമാരെ അയച്ച് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഉറങ്ങാൻ സ്ഥലമില്ലാതെ തെരുവിലും മരത്തിന്റെ അടിയിലും കിടന്നുറങ്ങി വീടുകളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഓർക്കുന്നു. ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്ന വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് കാവൽ മാലാഖമാരെ വെച്ച് അവരെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയാലും വിശുദ്ധരായ ചാവറയച്ചന്റെയും അൽഫോൻസാമയുടെയും ദേവപ്രാസ്യാമ്മയുടെയും മറ്റെല്ലാ വിശുദ്ധ ആത്മാക്കളുടെയും സാന്നിധ്യത്താലും പ്രത്യേകം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുസഭ ഓർമ്മിക്കുന്ന പ്രീസ്റ്റ് പീറ്റർ ക്രിസ്ലോഗസ് വിശുദ്ധന്റെ ചൈതന്യത്തോടുകൂടി പ്രസംഗിച്ച് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കാരുണ്യവാനായ ഈശോയെ,
ഉറങ്ങുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് സുഖനിദ്ര നൽകുകയും നാളെ സുപ്രഭാതം കൂടുതൽ ഉന്മേഷത്തോടെ ഉണർന്ന് അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങൾ ഇടവരുത്തണമേ. നമുക്ക് ആശീർവാദത്തിനായിട്ട് സാധിക്കുന്നവർക്ക് മുട്ടുകുത്താം, അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധരുടെ മധ്യസ്ഥവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് നമുക്ക് നമ്മെ തന്നെ വിശദീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരടുത്തുണ്ടെങ്കിൽ ഇടത്തും വലത്തും തിരിഞ്ഞ് അവർക്ക് സ്തുതി പറഞ്ഞ് നമുക്ക് ഉറങ്ങാനായി പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.